ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ ഇപ്പൊ നമ്മള് SCERT പുതിയ പുസ്തകത്തിന്റെ മലയാളം 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാണ്. അപ്പൊ ഇന്ന് 9ാം ക്ലാസ്സിലെ പുതിയ മലയാളം ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ പഴയ ടെക്സ്റ്റും മലയാള സാഹിത്യവും വൊക്കാബുലറിയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഇപ്പോഴും ഒത്തിരി ചോദ്യങ്ങൾ അതിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്. അപ്പൊ അതിൽ ഞാൻ ഈ ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് പഴയ ടെക്സ്റ്റിലും ഉണ്ട്, ഈ പുതിയ ടെക്സ്റ്റിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസം ഒക്ടോബറിൽ നടന്ന അസിസ്റ്റന്റ് ടൈം കീപ്പർ എക്സാം ഉണ്ടല്ലോ, അത് മലയാളം നമ്മുടെ ബുക്കിൽ നിന്നാണ് 7 മാർക്കും വന്നത് കേട്ടോ. ബാക്കി ഫുൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിലെ ക്ലാസ്സുകളിൽ നിന്നും ഉണ്ടായിരുന്നു. ചന്ദ്രഹാസം വിളക്കൊക്കെ ആ കഥയൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നില്ല ഈ ബുക്ക് മാത്രം പഠിച്ച് എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതായത് ഇതിന് മാത്രം ഒരു 7 മാർക്ക്, ബാക്കി ഉള്ള മാർക്കുണ്ടല്ലോ അത് ഇത് പഠിക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്കായിട്ടൊരു കോമൺ സെൻസ് ക്രിയേറ്റ് ചെയ്യത്തില്ലേ, അത് വെച്ചിട്ട് ഇതല്ല 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 അപ്പം ഇതായിരിക്കും എന്നുള്ള രീതിയിലൊരു കോമൺ സെൻസ് വർക്ക് ചെയ്യത്തില്ലേ, അത് വെച്ച് എഴുതാം എന്ന് പറയുമ്പോൾ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റാൻഡേർഡ്, ഒരു കോൺഫിഡൻസ് വരും മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഇത് മാത്രം പഠിച്ച് എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഓൾറെഡി കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയ്ക്ക് 7 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തേത് ചണ്ടാല ഭിക്ഷുകി എന്ന കവിത എഴുതിയത് ആരാണ്? ചണ്ടാല ഭിക്ഷുകി. തൂമ തേടും തൻ പാള കിണറ്റിൽ ടോമൽ കയ്യാൽ കയറു വലിക്കവേ. അത് ഞാൻ മലയാള സാഹിത്യത്തിന്റെ ക്ലാസ് കവിതകളും കുമാരനാശാനും ഒക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അത് എഴുതിയത് ആരാണ്? കുമാരനാശാനാണ്. പിന്നെ ഒരു മുൻകാല ചോദ്യം, ചണ്ടാല ഭിക്ഷുകി എഴുതിയത് മുൻകാല ചോദ്യമാണ്, ആരാണെന്ന്. അതുപോലെ അതിലെ കഥാപാത്രവും മുൻകാല ചോദ്യമാണ്, ആരാണ്? മാതങ്കിയാണ് കേട്ടോ, മാതങ്കി. പിന്നെ അതിലെ വരികൾ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. അതായത് ചില അന്ധവിശ്വാസങ്ങളൊക്കെ കുറച്ച് ശാസ്ത്രം കലർത്തി പറയുന്നത് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അത് കുമാരനാശാൻ പണ്ടേ പറഞ്ഞു. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢന്മാർക്ക് എന്താവാം, ഇന്ന് അത് പണ്ടുപോലെ ചെയ്തു വരുന്ന കാര്യമാണ്, അത് നമ്മുടെ കാർന്നോന്മാരായിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തുടർന്നുകൊണ്ട് വരുന്നതായിരിക്കും. പിന്നെ ഭാവിയിൽ അതെന്താവും, അതിൽ കുറച്ച് ശാസ്ത്രീയത ഉണ്ടെന്ന് പറഞ്ഞ് അതങ്ങ് ആചരിച്ചു പോകും. അപ്പൊ ഇത്തരം മണ്ടത്തരങ്ങൾക്ക് സമ്മതം മൂളല്ലേ രാജൻ എന്ന് പറഞ്ഞേക്കുന്നതാണ്. അത് ഏതിലെ വരികളാണ്? ചണ്ടാല ഭിക്ഷുകിയിലാണ്. ഇപ്പൊ തൊട്ടപ്പുറത്ത് നമ്മുടെ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. 5:30 പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ 11 മണി വരെ ഫുൾ പാട്ടാ. നമുക്ക് ക്ലാസ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ വൈകിട്ടും ഇതുപോലെ തന്നെ. അപ്പൊ ഞാൻ ആ പാട്ടിടുന്ന ആളോട്, അമ്പലത്തിലെ ആളോട് പറഞ്ഞു കുറച്ച് സൗണ്ട് കുറച്ച് വെക്കാവോ, എനിക്ക് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് സൗണ്ട് കുറയ്ക്കാവെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞതാ. ഇത് പണ്ട് മുതലേ ഉള്ള അമ്പലമാണ്, ഞങ്ങൾ പണ്ട് മുതലേ പാട്ടിടും, അതുകൊണ്ട് ഇനിയും ഇടുമെന്ന്. അപ്പോൾ അതിനൊക്കെ മറുപടിയായിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞ എന്താണ്, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. അങ്ങനെ സമ്മതം മൂളാത്ത രാജന്മാർ വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള മൂഢത്വം മാറുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ആലോചിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആലോചിക്കണം, ഇതിൽ കഴമ്പുണ്ടോന്ന്. അതിനാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്. അല്ലാതെ കുറെ മാർക്ക് മേടിച്ച് PSC എഴുതി ജോലിക്ക് കയറിയിട്ട് ഇത്തരം മണ്ടത്തരങ്ങൾ തുടരാനല്ല. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം കോമൺ സെൻസ് വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നവോത്ഥാനമൊക്കെ നിങ്ങൾ പഠിക്കുന്ന ശ്രീനാരായണ ഗുരു ഇന്നടത്ത് ജനിച്ചു, ഇന്നടത്ത് മരിച്ചു, ഇന്ന പുസ്തകങ്ങൾ എഴുതി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, വൈകുണ്ഠസ്വാമികളുടെയൊക്കെ ആശയങ്ങൾ, ഇതൊക്കെ പഠിക്കാനാണ് നിങ്ങൾ നവോത്ഥാനം പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നവോത്ഥാനത്തിന്റെ ക്ലാസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു തരാം. ഇതിൽ വിത്ത് കോഡ് എടുത്തു തരാം, കൺസെപ്റ്റും പറഞ്ഞ് എടുത്തു തരാം കേട്ടോ. പൊയ്കയിലപ്പച്ചൻ്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം കേട്ടോ. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചടപടാന്ന് എടുക്കാം. അപ്പൊ നോക്കുക. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ചിന്താവിഷ്ടയായ സീത, അത് എഴുതിയത് ആരാണ്? നമ്മുടെ കുമാരനാശാനാണ്. അടുത്തത് ഏകാന്ത വീതിയിലെ അവധൂതൻ. അത് പറഞ്ഞപ്പോഴാണ് അവധൂതൻ പദശുദ്ധിയിൽ ചോദിച്ചു, ഓർമ്മയുണ്ടോ? അവധൂതൻ എന്ന് വെച്ചാൽ സന്യാസി എന്നർത്ഥം. അത് പറഞ്ഞപ്പോഴാണ്. സന്യാസി ഉണ്ടല്ലോ, നമുക്ക് പദശുദ്ധിയിൽ ചോദിച്ച വാക്കാ. അതായത് സർവവും ന്യസിച്ചവൻ അഥവാ ഉപേക്ഷിച്ചവനാണ് സന്യാസി. അതായത് ഇന്യായാണ് സന്യാസി. പദശുദ്ധി SCERT ടെക്സ്റ്റ്, ലേറ്റസ്റ്റ് ടെക്സ്റ്റിലുണ്ടല്ലോ, ഇത് ഇങ്ങനെ എഴുതിയേക്കുന്നത് സന്യാസി എന്ന്. അപ്പൊ തെറ്റുകൊണ്ട് പുതിയ ടെക്സ്റ്റിൽ കേട്ടോ. പഴയ ടെക്സ്റ്റിലും ഉണ്ടായിരുന്നു, പുതിയ ടെക്സ്റ്റിലും ഉണ്ട് തെറ്റ്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ സന്യാസിക്ക് ഇന്യാ വെച്ചിട്ട് സന്യാസി പദശുദ്ധി PSC.
ചോദ്യം. അവധൂതൻ, അതും നമ്മുടെ PSC ചോദ്യമാണ് പദശുദ്ധിയിലെ. അപ്പൊ ഞാൻ കോഡിട്ട് തന്നെ എന്താ, അവധൂതൻ എന്ന് വെച്ചാൽ എന്താ, സന്യാസിയാണ്. അപ്പൊ എല്ലാം ഉപേക്ഷിച്ചതാണ് അല്ലെ. അപ്പൊ ഈ മനസ്സിരുത്തി ഉപേക്ഷിച്ച സന്യാസിമാര് മനസ്സുകൊണ്ട് ഓക്കെ ആയിരിക്കും. നമ്മുടെ ചിന്താവിഷ്ടയായ സീത എന്ന് പറഞ്ഞ, ചിന്താവിഷ്ടയായ ശ്യാമള അല്ലെ, ആ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ ശ്രീനിവാസൻ ഒരു സന്യാസിയായി മാറുമല്ലോ. മനസ്സിൽ എല്ലാം വേണം താനും, എന്നാൽ പുറത്തുനിന്ന് കാണിക്കാനുള്ള രീതിയിൽ. അത്തരം സന്യാസിമാര് സന്യാസി ആയാലുള്ള അവസ്ഥ എന്താ, അവർ ഇടുങ്കുഴിയിലായി പോവും. അതായത് ഇടുങ്കുഴി പോലത്തെ ധായാണ് അവധൂതന് എന്നോർക്കണം. അത്തരം കള്ളസന്യാസിമാരെന്തായിരിക്കും, ഇടുങ്കുഴിയിലായി പോവും മൊത്തത്തിൽ. അപ്പോൾ ഇടുങ്കുഴി പോലത്തെതാ. നമ്മൾ വാരിധി, ജലധി ഒക്കെ പഠിച്ചപ്പോൾ അതിലെ കോഡുണ്ടല്ലോ, സമുദ്രത്തിന് നിറച്ച് ഇടുങ്കുഴിയുണ്ട്. അപ്പൊ ഇത് ഇടുങ്കുഴി പോലത്തെ ധായാണ് അതിൽ വരുന്നത്. അതേ രീതിയിൽ തന്നെ നമുക്ക് കോഡിടാം, അവധൂതൻ. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച്, മനസ്സുകൊണ്ട് ആഗ്രഹമില്ല എന്നാലും മറ്റുള്ളവരെ കാണിക്കാൻ ഉപേക്ഷിച്ച് അവസാനം അവധൂതന്മാരെന്തായും, കള്ളസന്യാസിമാരുടെ കാര്യം എന്താവും, ഇടുങ്കുഴിയിലായിപ്പോ, ഇടുങ്കുഴി പോലത്തെ ധ. അപ്പൊ ഇത് കിട്ടിയല്ലോ. അപ്പൊ ഏകാന്ത വിധിയിലെ അവധൂതൻ എന്ന് പറയുന്ന കൃതി നമ്മുടെ സാനു മാഷ് എഴുതിയതാണ്. MK സാനു, പ്രൊഫസർ MK സാനു. ആരെപ്പറ്റി എഴുതിയതാ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരെപ്പറ്റി എഴുതിയതാ, നമ്മുടെ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി MK സാനു എഴുതി. MK സാനു മാഷിന്റെ കുറെ മറ്റുള്ളവരെ പറ്റിയിട്ട് എഴുതാറുണ്ട്, ജീവചരിത്രങ്ങൾ അദ്ദേഹം എഴുതാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുപോലെ ബഷീറിനെ പറ്റി എഴുതിയതാണ് ഏകാന്ത വിധിയിലെ അവധൂതൻ. അടുത്തതാണ് മിണ്ടാപ്രാണി. മുൻകാല ചോദ്യമാണ്. മിണ്ടാപ്രാണി കവിത ആരുടെയാണ്, വീരാൻകുട്ടിയുടെയാണ്. അത് ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കോഡ് മാത്രമാണ് കേട്ടോ. ഇപ്പം മിണ്ടാൻ പറ്റാത്തവർക്ക് എക്സ്ട്രാ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ കഴിവാണ്. ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി മിണ്ടാൻ പറ്റാത്തതുണ്ടല്ലോ, അപ്പോൾ പുള്ളിക്ക് നല്ല ശക്തിയുണ്ട്, നന്നായിട്ട് ഇടിക്കും. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ള വീരന്മാരായിരിക്കും മിണ്ടാപ്രാണികൾ. മിണ്ടാപ്രാണി, വീരന്മാർ, വീരാൻകുട്ടി, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് ആടുജീവിതം, അറിയാലോ, ബെന്യാമിന്റെയാണ്. പിന്നെ പ്രേമസംഗീതം ഉള്ളൂരിന്റെയാണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോഡ് എന്തായിരുന്നു, പ്രേമം എവിടുന്നാടാ വരുന്നേ, ഉള്ളീന്ന് വരണം. അപ്പൊ പ്രേമം വരുന്നത് ഉള്ളീന്നാണ്. അപ്പൊ പ്രേമം ഉള്ളവർക്ക് ചിലപ്പോൾ അവർ മൂളിപ്പാട്ടൊക്കെ പാടി സംഗീതം പാടും. അപ്പൊ പ്രേമസംഗീതം ഉള്ളീന്ന് വരുന്നു, ഉള്ളൂർ. പഠിച്ചില്ലേ? അടുത്തത് അമ്മയെ കുളിപ്പിക്കുമ്പോൾ. 2016 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊണ്ട് നമ്മൾ പഠിച്ചതാണ്. അമ്മയെ കുളിപ്പിക്കുമ്പോൾ കവിത ആരുടെയാണ്, സാവിത്രി രാജീവന്റെ കവിതയാണ്. അമ്മയെ കുളിപ്പിക്കുമ്പോൾ സാവിത്രി രാജീവൻ. അമ്മയെ കുളിപ്പിക്കുമ്പോൾ, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ കരുതൽ വേണം, ഉടൽ കയ്യിൽ നിന്നു വഴുതരുത്. അമ്മയെ കുളിപ്പിക്കുമ്പോൾ, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ കരുതൽ വേണം, ഉടൽ കയ്യിൽ നിന്നു വഴുതരുത്. അപ്പൊ അമ്മയെ കുളിപ്പിക്കുന്നു കവിത. പിന്നെ അമ്മയുടെ എന്നിട്ട് അമ്മ പണ്ട് നമ്മളെ കുളിപ്പിച്ച ഓർമ്മകളും അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ കുറെ വളയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ആ വളയ്ക്ക് പകരം കുറെ ചുളുങ്ങിയ വളകളാണ്, ചുളുക്കല്ലേ കൈയിന്റെ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വരികളാണ് അതിൽ വരുന്നത്. അപ്പൊ അമ്മയെ കുളിപ്പിക്കുമ്പോൾ സാവിത്രി രാജീവനാണ്. അപ്പൊ ഇത്രയും മുൻകാല ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നോക്കാം. അടുത്ത പദമാണ് അദ്രി. അദ്രി എന്താ, പർവ്വതമാണ്. അദ്രി പർവ്വതം. അടുത്തത് ആസ്യം. പഴയ SCRT ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചു ആനദാസ്യം, ആനദമായ ആസ്യം, അതായത് കുനിഞ്ഞ മുഖം. ആനദമായ ആസ്യമാണ് കുനിഞ്ഞ മുഖം, താഴ്ത്തിയ മുഖം പഠിച്ചത്. ആസ്യം എന്താണ്, മുഖമാണ്. ആസ്യം മുഖം. അടുത്തത് അർവാചീനം. അർവാചീനം എന്ന് പറഞ്ഞാൽ എന്താ, അർവാചീനം നവീനം. അതുപോലെ ഞാൻ ക്ലാസ്സിൽ കുറച്ച് മുമ്പ് അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ചിലർക്കൊന്നും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ ഭക്തിഗാനമൊക്കെ നമുക്ക് ഒരു പരിധിവരെ കേൾക്കുന്നത് ഓക്കെയാണ്. ഈ സൗണ്ട് പൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. എന്താണേലും ഓവറാകുമ്പോൾ കുറച്ച് തീവ്രമാകും. ഈ സിനിമ പാട്ടില്ലേ, ഈ അടിച്ചുപൊളി പാട്ടുകൾ, സിറിച്ച് വെച്ച എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ ഇല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഓരോ അയ്യപ്പനെയും ഓരോ ദൈവങ്ങളുടെ പേര് ഒക്കെ വെച്ചിട്ടാണ് പാട്ടിടുന്നത്. നമുക്ക് ഭക്തിയല്ല തോന്നുന്നത്. ഈ സിനിമാ പാട്ടിന്റെ ട്യൂണിൽ വരികൾ എഴുതിയിട്ട് ഒരു ഡബ്ഡ് സോങ് പോലത്തെ പാട്ടാണ് വയ്ക്കുന്നത്. നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത തരം ഇറിറ്റേറ്റിംഗ് പാട്ടുകളാണ് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറയ്ക്കുന്ന കാര്യം അതൊരു തരം ആയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ പാട്ട് വയ്ക്കുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, എന്നാലേ അമ്പലത്തിൽ വരുമാനം വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബിസിനസ് മൈൻഡഡിലൊക്കെ ഉള്ളൊരു വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് മെൻഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാതെ വരും. അപ്പം അങ്ങനെയുള്ളതല്ല, കോമൺ സെൻസ്, ജസ്റ്റ് കോമൺ സെൻസിൽ പറഞ്ഞതാണ്. ഭക്തി എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത്
ഓവർ ആവുമ്പോഴാണ് പ്രശ്നമാവുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, അർവാചീനം. അർവാചീനം എന്ന് വെച്ചാൽ എന്താ? പുതിയത് എന്നാണ്. അപ്പൊ അത് മുൻകാല ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രാചീനത്തിന്റെ വിപരീതം എന്താണ്? അർവാചീനം. ഇനി ഓപ്ഷനിൽ അർവാചീനം ഇല്ലെങ്കിൽ നവീനം തന്നാലും എഴുതാം. മനസ്സിലായല്ലോ. അടുത്തത് ഉന്മുഖം. ഉന്മുഖം, വിമുഖം. മുഖം ഉയർത്തിയ അവസ്ഥ ഉന്മുഖം, വിമുഖം മുഖം താഴ്ത്തിയ അവസ്ഥ. അതായത് താല്പര്യം ഉള്ള അവസ്ഥ ഉന്മുഖം, താല്പര്യം ഇല്ലാത്ത അവസ്ഥ വിമുഖം. വിമുഖത കാണിച്ചു എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥമാണ്. ഇനി അടുത്തത് കുതുകം എന്ന് വെച്ചാൽ എന്താ? താല്പര്യം, ഉത്സാഹം എന്നൊക്കെയാണ്. കുതുകം, ഉത്സാഹം. തന്വി. തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല, തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല. ചണ്ടാല ഭിക്ഷുകിയില് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മളുടെ ചണ്ടാലയെ പറ്റി അവളെന്താ? അവള് സുന്ദരിയാണ്, അവള് കല്ലുരുമ്പൊന്നും അല്ല, നല്ല മനസ്സുള്ളവളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വരികൾ പറഞ്ഞില്ലേ. അപ്പൊ അതാണ് തന്വി, സുന്ദരി. തനു. തനു കഴിഞ്ഞ ദിവസം പഠിച്ചു. ഗാത്രം, തനു, ശരീരം. ദാരു. ദാരു ശില്പം. ദാരു എന്താണ്? ദാരു മരമാണ്. ഇനി 2 ശൈലി പഠിക്കാം. പെരുമ്പറ കൊട്ടുക. പണ്ട് രാജകീയ വിളംബരമൊക്കെ വന്നോണ്ടിരുന്നപ്പോ എന്താ, എല്ലാരും അറിയൂ രാജാവ് എന്താ ഇന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊട്ടത്തില്ലേ. അപ്പൊ എന്താ, അത് കൊട്ടുമ്പോ എല്ലാരും അറിയിക്കുകയാണ് അല്ലെ. നല്ല ശബ്ദമല്ലേ, ഉയർന്ന ശബ്ദമല്ലേ. അപ്പൊ പെരുമ്പറ കൊട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഉച്ചത്തിൽ ശബ്ദിക്കുക. നീ എന്തിനാണ് ഇങ്ങനെ പെരുമ്പറ കൊട്ടുന്നത്? പതുക്കെ പറയടാ. അതൊക്കെ എന്താ, ശൈലിയുടെ പ്രയോഗങ്ങളാണ്. വേരറ്റു പോവുക. വേരറ്റു കഴിഞ്ഞാൽ ചെടി പിന്നുണ്ടോ? ഇല്ല, ഉണങ്ങി നശിച്ചു പോകത്തില്ലേ. അപ്പൊ വേരറ്റു പോവുക ശൈലിയുടെ അർത്ഥം എന്തുമായിരിക്കും? നിശേഷം ഇല്ലാതാവുക. അങ്ങനെയാണെങ്കിൽ സാത്മ്യം എന്നൊരു വാക്ക് കേട്ടോ, ഞാൻ എഴുതാൻ മറന്നു. സാത്മ്യം. സാത്മ്യം എന്ന് വെച്ചാൽ സമാനമായി തീരൽ. നല്ല വാക്ക, എഴുതിയെടുത്തോ. സാത്മ്യം, സമാനമായി തീരൽ. സ്മാരകം എന്താണ്? ഓർമ്മിപ്പിക്കുന്ന സാധനത്തിനാണ് സ്മാരകം എന്ന് പറയുന്നത്. പിന്നെ ഹൃദയത്തിന്റെ താളം എന്താണ്? ഹൃദയതാളമാണ്. വന്ധ്യ എന്താണ്? വന്ധ്യത, ബലമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ പ്രദേശത്തെ സംബന്ധിച്ചത് എന്താണ്? പ്രാദേശികമാണ്. കൃഷിയെ സംബന്ധിച്ചത് എന്താണ്? കാർഷികമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെയാണ് 9 പിന്നെ കൂടുതൽ വാക്ക് നമ്മൾ പഴയ SCERT 9 പഠിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ വാക്കൊക്കെ ഓൾറെഡി അറിയാമല്ലോ. നിങ്ങൾക്ക് അറിയാവുന്നത് നമ്മൾ വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 9ാം ക്ലാസ്. അതുപോലെ മലയാളത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മുടെ ഫ്രണ്ട്ലി PC ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നല്ല കിടിലൻ ക്ലാസ് വിത്ത് കോഡ്, ഫുള്ള് കാര്യങ്ങൾ. PSCയുടെ സിലബസിലുള്ള 13 കാര്യങ്ങൾ, പിന്നെ PSC സിലബസിൽ ഇല്ലാത്ത ചോദിക്കുന്ന സന്ധി, സമാസം, അങ്ങനെയുള്ള കുറേ ഗ്രാമർ പാർട്ടുകൾ, പിന്നെ SCERT പഴയത് പുതിയത്, പിന്നെ 2000-ലധികം മുൻകാല ചോദ്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മളെ ആപ്പിൽ ഉണ്ട്. പിന്നെ കോഡ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ ബുക്കിൻ്റെ കാര്യം മറക്കണ്ട. ഒത്തിരി ക്വസ്റ്റ്യൻസ് 2025 ലേറ്റസ്റ്റ് പരീക്ഷകൾക്ക് നമ്മൾ ബുക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് 10ാം ക്ലാസ്സിലെ കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം.